ഹായ് ഫ്രണ്ട്സ്, മാലു ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർഭാഗത്തുള്ള കൊല്ലം ബോട്ട് ജെട്ടിയിലാണ്. കേരള സർക്കാർ KWTയുടെ എല്ലാ ദിവസവും കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നും രാവിലെ 11:30 തിരിക്കുന്ന സി അഷ്ടമുടി എന്ന ടൂറിസം ബോട്ടിലെ യാത്ര വിവരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഈ ഉല്ലാസ യാത്രയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും പ്രൈവറ്റ് ഹൗസിംഗ് ബോട്ടുകൾ ഡോക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഈ ബോട്ട് ജട്ടിയോട് ചേർന്നാണ് കൊല്ലം DTPCയുടെ ഓഫീസ്. അതിരാവിലെ തന്നെ SWTDയുടെയും പ്രൈവറ്റ് ഹൗസിംഗ് ബോട്ടുകളുടെയും സർവീസ് ആരംഭിച്ചു. ഈ ടൂറിസ്റ്റ് പാക്കേജ് ബുക്ക് ചെയ്തവർ രാവിലെ 11 മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ബോട്ടിലെ പ്രവേശനം ബുക്കിംഗ് ക്രമം അനുസരിച്ച് പേരുകൾ വിളിക്കപ്പെടും. ഈ ബോട്ടിൽ യാത്രക്കാർക്ക് അപ്പർ ഡെക്കിലും ലോവർ ഡെക്കിലുമാണ് സീറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പർ ഡെക്കിൽ ഒരാൾക്ക് 500 രൂപയും ലോവർ ഡെക്കിൽ ഒരാൾക്ക് 400 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അഷ്ടമുടിയുടെ 8 മുടികളും അതിൻ്റെ തീരമനോഹാരിതയൊക്കെ ആവോളം ആസ്വദിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഞ്ചാരികളെയും സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ സി അഷ്ടമുടി എന്ന് പറയുന്ന ഈ മനോഹരമായ യാത്രയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ടുള്ള സേഫ്റ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫ് ജാക്കറ്റുകൾ എല്ലാവരുടെയും സീറ്റിൻ്റെ താഴ്വശത്ത് നമ്മൾ കൃത്യമായിട്ട് വച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഏവർക്കും മനോഹരമായ ഒരു യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയിൽ നമുക്ക് സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ളവരെ, നമ്മളങ്ങനെ അഷ്ടമുടിയുടെ 8 മുടികളിൽ സഞ്ചരിച്ചുകൊണ്ട് 5 മുടികളിൽ നമുക്ക് പോകാനും 3 മുടികൾ നമുക്ക് കണ്ടു വീക്ഷിക്കാനും പറ്റിയ അതിമനോഹരമായ ഒരു ഉല്ലാസ യാത്രയാണ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് സി അഷ്ടമുടി തന്നിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സി അഷ്ടമുടിയുടെ ദേശീയ ജലപാതയായ കൊല്ലം കോട്ടപ്പുറം നീണ്ടു നിൽക്കുന്ന 205 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ബോട്ടിന്റെ ഇടതുഭാഗത്ത് കാണുന്നത് ആശ്രമം ലിങ്ക് റോഡിന്റെ ബ്രിഡ്ജാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് അഷ്ടമുടിയുടെ 1ാം മുടിയായ തേവള്ളി കായലിലൂടെയാണ്. ബോട്ടിന്റെ വലത്ത് ഭാഗത്ത് ഈ കാണുന്നത് കൊല്ലം ആശ്രമം അഡ്വഞ്ചർ പാർക്കാണ്. തേവള്ളി പാലത്തിന് മുമ്പായി ഇടതുഭാഗത്ത് കാണുന്നത് തേവള്ളി പാലസ്. വലതുഭാഗത്ത് നിങ്ങൾ കാണുന്നത് അഷ്ടമുടിയുടെ 2ാം മുടിയായ കണ്ടൻചിറ കായലിലേക്കുള്ള ബൈപ്പാസാണ്. നമ്മുടെ ബോട്ട് ഇപ്പോൾ തേവള്ളി പാലത്തിൻ്റെ കീഴിൽ കൂടെയാണ് കടന്നു പോകുന്നത്. തേവള്ളി പാലത്തിന് ശേഷം വലതുഭാഗത്ത് കാണുന്നത് സെന്റ് കാസിമീർസ് ചർച്ച്. അതിനടുത്തായി ദ റാവിസ് അഷ്ടമുടി ഹോട്ടലും കാണാം. വലിയ വിള ഗോൾഡൻ ലാക്ക് റിസോർട്ടാണ് ഈ കാണുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണമായ ഗോഡസ് ഓഫ് ലൈറ്റ് സ്റ്റാച്ചുവും ഇവിടെ കാണാം. സി അഷ്ടമുടി എന്ന് പറയുന്ന ഈ യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരളയാണ്. 23 മാർച്ചിലാണ് നിങ്ങളിത് ആരംഭിക്കുകയും പിന്നീട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആകുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സി അഷ്ടമുടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും തുച്ഛമായ 400 രൂപയ്ക്ക് 5 മണിക്കൂർ നീളമുള്ള ദൈർഘ്യമേറിയ ഒരു വളരെ മനോഹരമായ യാത്ര കടന്നു പോകുന്നത് അഷ്ടമുടിയുടെ ഏറ്റവും മനോഹരമായ ആ പ്രദേശങ്ങളിലൂടെ. അതിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന പോലെ തന്നെ സി അഷ്ടമുടി എന്ന് പറയുന്നത് പോലെ തന്നെ അഷ്ടമുടി കായലിൻ്റെ 8 മുടികളാണ് മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അത് തേവള്ളി കായലിൽ നിന്ന് ആരംഭിച്ച് കാഞ്ഞിരോട് കായൽ വരെയുള്ള 8 മുടികൾ നമ്മൾ കാണുന്നു. അതോടെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള കൊല്ലം മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന മനോഹരമായ ദ്വീപ് സമൂഹത്തിൻ്റെ 8 ദ്വീപുകൾ, അതിൽ 3-4 ദ്വീപുകൾ നമ്മൾ നേരിട്ട് കാണുന്നു. അതിനോട് ചേർന്ന് കിടക്കുന്ന പെരുമൺ എന്ന് പറയുന്ന വളരെ
ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം നമ്മൾ സന്ദർശിക്കുന്നു. അതിനോട് ചേർന്ന് കിടക്കുന്ന കാക്കത്തുരുത്ത് എന്ന് പറയുന്ന മനോഹരമായ ഒറ്റപ്പെട്ട ദ്വീപിനെ നമുക്ക് ചുറ്റി വരാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ സ്ഥലമായിട്ടുള്ള സാമ്പ്രാണിക്കൊടി, അവിടെ ഏകദേശം 1 മണിക്കൂർ നേരം നമുക്ക് സഞ്ചാരികൾക്ക് സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോകുവാൻ കൂടിയുള്ള ഒരു അവസരം ഈ യാത്രയിൽ ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു സവിശേഷത കൂടിയാണ്. കേവലം 400 രൂപയ്ക്ക് എൻ്റർടൈൻമെൻറ്റ്, കാഴ്ച, മനോഹരമായ ഭൂപ്രദേശങ്ങൾ, അതിനുശേഷം ഗംഭീരമായ ഭക്ഷണം കുടുംബശ്രീയുടെ, അങ്ങനെ ടോട്ടലി ഒരു ഡേ ഔട്ട് ഒരു ഫാമിലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചോ വളരെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഗംഭീരമായൊരു ഡേ ഔട്ട് പാക്കേജായിട്ട് നമുക്ക് ഈ സി അഷ്ടമുടി പാക്കേജിനെ കാണാൻ സാധിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ ജനവിഭാഗവും ഈ ബഡ്ജറ്റഡ് ആയിട്ടുള്ള വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഈ യാത്രയെ പ്രയോജനപ്പെടുത്തണം. 11:30 മുതൽ വൈകിട്ട് 4:30 വരെയുള്ള ഒരു 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഡേ പാക്കേജാണ് വെറും 400 രൂപയ്ക്ക് കൊല്ലം ജില്ലയിലെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്രയിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ ആസ്വാദികരമായ മുഹൂർത്തങ്ങൾ അനുഭവിച്ചറിയണം എന്നുകൂടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ബോട്ടിപ്പോൾ കാവനാട് ബ്രിഡ്ജിൻ്റെ കീഴിൽ കൂടിയാണ് കടന്നു പോകാൻ പോകുന്നത്. अपना मिलन ये प्यार का इजहार है. കാവനാട് പാലം കഴിഞ്ഞാൽ മത്സ്യബന്ധനത്തിന് ചീനവലകൾ ഉപയോഗിക്കുന്നത് കാണാം. प्यार है तुमसे प्यार है ये तुमसे प्यार है. ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. പക്ഷെ നമ്മൾ ആദ്യം പെരുമൻ പാലവും മൺട്രോത്തുരുത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷമേ ഇവിടെ ഇറങ്ങുകയുള്ളൂ. കുടുംബശ്രീ യൂണിറ്റിൽ നിന്നുള്ള ആഹാരം കയറ്റുവാൻ വേണ്ടി നമ്മുടെ ബോട്ട് ഡോക്ക് ചെയ്യുകയാണ്. ലീല ഫുഡ്സ് അഷ്ടമുടിയാണ് ഈ സി അഷ്ടമുടി ബോട്ടിൽ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഫുഡ് സെർവ് ചെയ്യുന്നത്. എല്ലാവിധ സ്നാക്സും കൂൾ ഡ്രിങ്ക്സും ടീയും കോഫി അവൈലബിൾ ആണ്. മിതമായ വിലയ്ക്കാണ് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഈ ബോട്ടിനകത്ത് ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. 100 രൂപയാണ് ഊണിന് ചോറ്, സാമ്പാർ, മോര്, മീൻ കറി, മീൻ ഫ്രൈ, അവിയൽ, തോരൻ, പച്ചടി, അച്ചാർ, ഇത്രയും വിഭവങ്ങൾക്കാണ് 100 രൂപ ഊണിന് ഈടാക്കുന്നത്. അതുകൂടാതെ സ്പെഷ്യൽ കരിമീനുണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, കക്കയുണ്ട്, ഞണ്ട് ഫ്രൈ ഉണ്ട്, കൊഞ്ച് റോസ്റ്റ് ഉണ്ട്, കക്ക ഇറച്ചിയുണ്ട്, കപ്പയും മീൻ കറിയുണ്ട്. ഇതെല്ലാം വളരെ മിതമായ രീതിയിലാണ് ഞങ്ങളിവിടെ വിതരണം ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ, പൈനാപ്പിളുണ്ട്, വാട്ടർമെലൺ ഉണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള സർബത്തുകളുണ്ട്, പിന്നെ കേക്ക്, അതുപോലെയുള്ള എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഈ ബോട്ടിൽ ഞങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഭക്ഷണ വിതരണം തകൃതിയായി നടക്കുകയാണ്. വറുത്ത കറിമീൻ, പൊരിച്ച മീൻ, മീൻ കറി, കക്ക ഇറച്ചി, കപ്പ. ബോട്ടിന്റെ ഇടത് ഭാഗത്ത് പെരുങ്കല്ലം മാർത്തോമ ധ്യാന കേന്ദ്രമാണ് കാണുന്നത്. AD 1878 ഡച്ചുകാർ മൺട്രോത്തുരുത്തിൽ നിർമ്മിച്ച പള്ളിയാണ് ആ കാണുന്നത്.
അതാ നമുക്ക് കാണാൻ സാധിക്കും. വന്ദേ ഭാരത് എന്ന ട്രെയിൻ നമ്മുടെ പെരുമാറ്റത്തിലൂടെ മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതിമനോഹരമായ ഒരു കാഴ്ച. വന്ദേ ഭാരത് എന്ന ട്രെയിൻ കടന്നു പോകുന്നു. ഈ കാണുന്നതാണ് ആൾതാമസമില്ലാത്ത കാക്കത്തുരുത്ത്. മംഗലാകും അയ്യപ്പൻ എല്ലാം നല്ല ഒന്നവരാണ്. ഉണ്ണിത്താൻ ചേട്ടൻ വസുമതി ചേച്ചിയോട് വല്ലതും പറഞ്ഞോ വേറെ ഏറെ കേടുന്നില്ല. 1-2 കൂടി വെള്ളം കൊണ്ട് കുടിച്ചാൽ മതി. ചൂണ്ടതാ ഏതാ നമ്മുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ സാമ്പ്രാണിക്കൊടിയിലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. സി അഷ്ടമുടിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വെറും 100 രൂപയാണ് സാമ്പ്രാണിക്കൊടി ദ്വീപിലേക്ക് പോകാനുള്ള ബോട്ടിന്റെ നിരക്ക്. 4 പേരല്ലേ സാർ? ഇവിടെ ഒരു 4 പേരെ. ഈ കായലിന്റെ പ്രത്യേകത വെള്ളം മുട്ടോളം വരെയുള്ളൂ. ഇവിടെ വെള്ളത്തിൻ്റെ അകത്തും കച്ചവടക്കാരുണ്ട്, അതുകൊണ്ട് സ്നാക്സും ഡ്രിങ്ക്സും ലഭ്യമാണ്. ഈ ദ്വീപ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. അടുത്തുള്ള കൊച്ചു തുരുത്തുകൾ കാണാൻ ആഗ്രഹമുള്ളവർ ഈ വള്ളങ്ങളിൽ പോയിട്ട് വരാം. ഒരാൾക്ക് 50 രൂപയാകും. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി തിരിച്ചു പോവുകയാണ്. അതേപോലെ തന്നെയാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ലഭിച്ച ഫുഡും വളരെ സ്വാദിഷ്ടമായ ഫുഡ്. അപ്പോൾ ഞാനാണ് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെ ഒരു ദിവസം ഈ സി അഷ്ടമുടിയിൽ കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ അങ്ങനെ അവര് കാരണം ഒരുപാട് പാടുന്നവരും ഡാൻസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അവരുടെ ആ കഴിവ്